ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ്. സോയ ചങ്ക് ദോശ. വളരെയധികം പോഷക ഗുണങ്ങൾ നിറഞ്ഞ ഈ ദോശ കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്കായിട്ട് 2 ചെറിയ കപ്പ് സോയ ഗ്രാന്യൂൾസ് എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ സോയ ചങ്ക്സും എടുക്കാവുന്നതാണ്. അതിലേക്ക് ഏകദേശം 1 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 10-15 മിനിറ്റ് കുതിരാൻ വയ്ക്കണം. അതിനോടൊപ്പം 4 ഉണക്കമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇവിടെ സോയ ഗ്രാന്യൂൾസ് നന്നായിട്ട് വെന്ത് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റാം. സോയ ഗ്രാന്യൂൾസിലെ വെള്ളം ഇതുപോലെ കൈവച്ച് നെക്കി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം മിക്സർ ജാറിലേക്ക് മാറ്റേണ്ടത്. അങ്ങനെ മുഴുവൻ സോയ ഗ്രാന്യൂൾസും ജാറിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും അതുപോലെ സ്കിൻ നീക്കിയ ടൊമാറ്റോയുമാണ്. ഇനി ഇതിനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. സോയ ഗ്രാന്യൂൾസ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയും അതോടൊപ്പം 1/2 കപ്പ് അരിപ്പൊടിയുമാണ്. രുചിക്കനുസരിച്ച് ഏകദേശം ഒരു ചെറിയ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ്. അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി മാവെല്ലാം യോജിപ്പിച്ചതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കേണ്ടത്. സ്പൂൺ വെച്ച് മാവെല്ലാം നല്ലതുപോലെ മിക്സാക്കി ഇനി ഇതൊരു 3-4 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ തന്നെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ ബാറ്ററിലേക്ക് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും 1 സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തതും അതോടൊപ്പം 1 പിടി മല്ലിയില നന്നായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 1/4 കപ്പോളം തൈരും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 സ്പൂൺ ജീരപ്പൊടിയാണ്. അത് മണത്തിനും ഗുണത്തിനും വേണ്ടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഈ തയ്യാറായ ബാറ്ററിനെ ഒരു 8-10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇവിടെ സോയ ചങ്ക് ദോശ ബാറ്റർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു തവയെടുത്ത് സിമ്മറിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഏകദേശം 2 ചെറിയ തവി ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൂടുതൽ സ്പ്രെഡ് ചെയ്യില്ല, കട്ടിയായിട്ട് വേണം ദോശ ഉണ്ടാക്കേണ്ടത്. കാരണം ഇത് നല്ല സോഫ്റ്റാണ്. ബാറ്റർ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ 2 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ദോശ മറിച്ചിട്ട് 2 വശവും ഒന്ന് ചെറുതായിട്ട് മുരിച്ചെടുക്കണം. 2 സൈഡും ഒന്ന് ക്രിസ്പായി കിട്ടണം. ബാക്കി വന്ന മാവിലും ഇതുപോലെ തന്നെ ദോശകളെല്ലാം ചുട്ടെടുക്കുക. ദോശയുടെ 2 സൈഡും മുരിഞ്ഞ് കിട്ടുമെങ്കിലും ഇതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റാണ്. ഇതിൽ ചേർത്ത ചേരുവകൾ കാരണം ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. കറി നിർബന്ധമുള്ളവർ തേങ്ങാ ചട്നിയോ ടൊമാറ്റോ ചട്നിയോ ഒക്കെ ഉപയോഗിച്ചത് കഴിക്കാം. സോയ ചങ്കിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. നല്ല ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റാവുന്ന നല്ലൊരു ദോശയാണ്. അപ്പോൾ ഇവിടെ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഹൈ പ്രോട്ടീൻ സോയ ചങ്ക് ദോശയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ നല്ല വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്ബ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.
അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബായ്.